ഞാൻ പൂരപ്പൊടി ഉണ്ടാക്കാൻ പോയിട്ട് ഇവിടെ പൂരപ്പൊടി എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താണ് അവലോസ് പൊടി എന്ന് എന്തൊക്കെയോ പറയും അതിന്. അപ്പം ഞാൻ തീ കത്തിച്ചിട്ട് എന്ത് ചെയ്തിട്ട് പുക പോണില്ല, തീ പുറത്തേക്ക് വന്നിട്ടായിരുന്നു. പിന്നെ നടുക്കത്തെ അടുപ്പിൽ കുറച്ച് തീ കൊണ്ടുപോയിട്ടതിന് ശേഷമാണ് ആ പുകയൊക്കെ ഒന്ന് അടങ്ങിയത്. ഇപ്പം സെറ്റായി ഗൈസ്. അതിലേക്കുള്ള പൊടി ഞാൻ നേരത്തെ ഉമ്മച്ചീനോട് ചോദിച്ചിട്ട് റെസിപ്പിയൊക്കെ അങ്ങനെ തിരുമ്മി കൂട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടാനതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ, പിന്നെന്താ കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം ഒക്കെ കൂടി മിക്സ് ചെയ്ത് അവിടെ വെച്ചതാണ്. ഏലക്കയൊക്കെ ഇടൂട്ടെ, ഞാനൊന്നും ഇട്ടിട്ടില്ല, തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വെള്ളം വെച്ചിട്ട് മറ്റേ പുട്ടിന് തിരുമണ പോലെ തിരുമി കൂട്ടി അവിടെ വെച്ചേക്കണമായിരുന്നു. ഏലക്കയൊക്കെ ഇട്ട്, ഏലക്ക, നല്ല ജീരകം അതൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചീനോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ഇട്ടത്, എനിക്കറിയില്ല, അതിൻ്റെ റെസിപ്പീസൊന്നും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, തീ കത്തിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം തുടങ്ങി വെച്ചതാണ്. പിന്നെ ഞാൻ ഒറ്റക്കായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ തീ കത്തിക്കണം, ഞാൻ തന്നെ ഇങ്ങനെ ഇളക്കണം, കയ്യിലൊക്കെ ഇങ്ങനെ ചൂടടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലോണം. പിന്നെ ഞാൻ അടുപ്പ് അധികം കത്തിക്കാറില്ല, ഗ്യാസിൽ തന്നെ വെക്കാറ്. അപ്പോൾ അടുപ്പ് കത്തിച്ച് ഇങ്ങനെ ഇതാക്കിയപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പൊള്ളണ പോലെയായിരുന്നു, നല്ല പൊള്ളലുണ്ടായിരുന്നു. ആ ചട്ടകത്തിന് അത്രയും ഇതുണ്ടായിരുന്നില്ല, നീളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തീ ഇങ്ങനെ അടിക്കുമ്പോൾ കയ്യിലോട്ടാണ് പൊള്ളൽ വന്നുകൊണ്ടിരുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും, ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്ന് തുടങ്ങി. കുറേ നേരമുണ്ട്, കുറേ ടൈം എടുക്കും കേട്ടോ. ഞാൻ എന്തോ 2 മണിക്കൂർ വരെ ഞാൻ ഇളക്കിയതിന് ശേഷമാണ് ഈ സംഭവം ഒന്ന് റെഡിയായി കിട്ടിയത്. ഇപ്പം ജസ്റ്റ് കളറ് മാറി തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ അതിനിടയിൽ ശർക്കരപ്പാനി ഞാൻ തിളപ്പിച്ചിട്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ചൂടാവാൻ വേണ്ടി അവിടെ തന്നെ വെച്ചായിരുന്നു. ശർക്കരപ്പാനി ഒഴിക്കണമല്ലോ, അപ്പോൾ അതിനായിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ശരിയാവും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ നേരത്തെയൊക്കെ റെഡിയാക്കി വെച്ചത്. പക്ഷെ എന്ത് കാര്യം, കുറേ ടൈം എടുത്തു ഗൈസ്. ഞാൻ അതിനിടയിൽ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ടു, അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ റെഡിയായി, എൻ്റെ സംഭവം ശരിയായി കിട്ടിയിട്ടുണ്ട്. കുറേ ടൈം എടുത്തു. അപ്പോൾ ഒരു 2 മണിക്കൂർ വരെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നതിന് ശേഷമാണ് റെഡിയായി കിട്ടിയത്. പിന്നെ പിറ്റേ ദിവസമാണ് ഞാനത് എടുക്കണത്. പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിങ്ങനെ കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പൊടിച്ച് നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടിട്ടാണ് ഡപ്പയിലാക്കി വെക്കേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് മൂടി വെക്കാം. ഞാൻ രാത്രിയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അപ്പം തന്നെ മൂടി വെക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ രാവിലെയാണ് എടുത്തത്. അതിനിടയിൽ ഇവൻ നല്ല ഉറക്കത്തിലാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങണതാണ് കേട്ടോ. ഇവനൊരു പണിയുണ്ട്, ഒളിച്ചു പോയി കിടക്കണം. രാത്രിയാകുമ്പോൾ ഒളിച്ചു പോയി കിടക്കും, ഇടയിലൊക്കെ പോയി കിടക്കും. നമ്മൾ വിളിച്ചാലൊന്നും മിണ്ടി കൊടുക്കൂല രാത്രി ഇതിൻ്റെ അകത്ത് കിടക്കാനായിട്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ കണ്ടുപിടിച്ച് പുറത്താക്കും കേട്ടോ, രാത്രി അകത്ത് കിടത്താറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ ഒളിച്ചു പോയി കിടക്കുന്നത്. കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇവന് പുറത്താക്കും എന്നറിയാം, അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിച്ചു പോയാൽ കിടക്കാറ്. പിന്നെ ഇവൻ്റെ ഈ ഒരു കിടത്തം കാണുമ്പോൾ നമ്മൾക്ക് ഉപദ്രവിക്കാനൊക്കെ തോന്നും കേട്ടോ. രാവിലെ തന്നെ മുട്ടൻ പണി കിട്ടി, ഗ്യാസ് തീർന്നു. അപ്പം ഇനി ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് ഗ്യാസ് എടുക്കണം. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഗ്യാസ് ഏജൻസിയിൽ പോയി അവിടെ ചെന്ന് ബുക്ക് കാണിച്ചു. അപ്പോൾ നമുക്ക് പുതിയൊരു കുറ്റി തന്നു. ആ കുറ്റിയായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.